കോഴിക്കോട് ലഹരി വേട്ടയ്ക്കിടെ പോലീസിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ പ്രതിക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു. പന്നിയങ്കര നായ്പാലം സ്വദേശി കാഞ്ഞിരവയൽ അർജാസിനെ അറസ്റ്റ് ചെയ്തു. വിവരങ്ങളുമായി റിയാസ് KMR ആണ് ചേരുന്നത്. റിയാസ്, എന്തൊക്കെ വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്? കാളിദാസ്, ഗുഡ് മോർണിംഗ്. ഇന്നലെയാണ് പോലീസിനെ വെട്ടിക്കൊല്ലാൻ ഈ പ്രതി ശ്രമിച്ചത്. അതിൽ വധശ്രമത്തിനാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. പന്നിയങ്കര ASI ബാബുവിനെ വെട്ടി പരിക്കേൽപ്പിച്ചതിന് പിന്നാലെ തന്നെ മറ്റ് ഉദ്യോഗസ്ഥർക്കും നേരെയും കയ്യേറ്റമുണ്ടായി. ആ കയ്യേറ്റത്തിൽ പോലീസ് ഇൻസ്പെക്ടർ അടക്കമുള്ള ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന് പോലീസ് തന്നെ വ്യക്തമാക്കുന്നു. പന്നിയങ്കര പോലീസ് ഇൻസ്പെക്ടർ സതീഷ് കുമാർ, ഒപ്പം തന്നെ പന്നിയങ്കര പോലീസിലുള്ള CPO ആയിട്ടുള്ള ശരത് രാജൻ എന്നിവർക്ക് കൂടി പരിക്കുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. ലഹരി വേട്ടയ്ക്ക് പോയ പോലീസിനെ കണ്ണഞ്ചേരിയിലെ ഒരു ബേക്കറി പരിസരത്ത് വെച്ച് അവിടെ തൊട്ടടുത്തുണ്ടായിരുന്ന കോഴി ഇറച്ചി കടയിൽ കയറി അവിടെയുള്ള ഇരുമ്പ് അരമെടുത്തുകൊണ്ട് ഈ ASI ബാബുവിനെ കുത്തിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഈ ASI ബാബു ഒഴിഞ്ഞു മാറിയത് കൊണ്ട് മാത്രമാണ് കഴുത്തിന് വെട്ടേൽക്കാതെ നേരെ നെറ്റിയിൽ ആ വെട്ട് ചെന്ന് പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, വിവരമറിഞ്ഞ് അവിടെ എത്തിയ പോലീസ് ഇൻസ്പെക്ടർ ഈ സതീഷ് കുമാർ അടക്കമുള്ളവർ തടഞ്ഞു വെച്ചത് കൊണ്ട് മാത്രമാണ് ഈ ASI ബാബുവിനെ കൊല്ലാൻ പ്രതിക്ക് സാധിക്കാതിരുന്നത് എന്ന് FIR റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിക്കെതിരെ പ്രധാനമായും ഭാരതീയ ന്യായ് സംഹിത 109 വകുപ്പ് പ്രകാരം ഈ വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. മറ്റൊന്ന് 296B BNS 296B പ്രകാരം അശ്ലീല ഭാഷണം നടത്തിയതിന്, പോലീസിനെ അശ്ലീലം പറഞ്ഞതിന് എടുത്തിട്ടുണ്ട്. 351(3) പ്രകാരം അതിൽ അതായത് വധഭീഷണി മുഴക്കുക, കൂടാതെ 132, 121(1) അതായത് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുക തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം, മരകായുധം കൊണ്ട് ആക്രമിക്കുക തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ പ്രതി അർജാസിനെതിരെ കേസെടുത്തിരിക്കുന്നത്. അർജാസിനെ ഇന്നലെ തന്നെ ബലം പ്രയോഗിച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. എന്നാൽ ഇപ്പോൾ അർജാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അർജാസിനെ ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് തന്നെ കോടതിയിൽ ഹാജരാക്കാനുള്ള നടപടികൾ പോലീസ് സ്വീകരിക്കുകയാണ്. പന്നിയങ്കര പോലീസിന്റെ KD ലിസ്റ്റിൽപ്പെട്ട ഒരാളാണ് ഈ പ്രതി. അതുകൊണ്ട് തന്നെ ഇയാൾക്കെതിരെ മുൻപും നേരത്തെ പല കേസുകളുണ്ട്. ഇത്തവണ ലഹരി സംഭവം ഇയാളുടെ കയ്യിൽ കണ്ട പൊതി ബ്രൗൺ ഷുഗർ ആണെന്നാണ് പോലീസ് പറയുന്നത്. അത് പോലീസിനെ കണ്ട മാത്രയിൽ തന്നെ ഇയാൾ ഉപേക്ഷിക്കുകയായിരുന്നു, ഓവുചാലിലേക്ക് വലിച്ചെറിഞ്ഞു എന്നാണ് പോലീസ് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി പോലീസിന് എതിരെ വധശ്രമം, ഒപ്പം തന്നെ ഈ അർജാസിന്റെ ലഹരി മാഫിയ ബന്ധം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിക്കേണ്ടതുണ്ട്. നിലവിൽ അർജാസിനെതിരെ വധശ്രമത്തിനും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും വധഭീഷണി മുഴക്കിയതിനും അശ്ലീലം പറഞ്ഞതിനുമാണ് ഈ പന്നിയങ്കര പോലീസ് കേസെടുത്തിരിക്കുന്നത്. അർജാസിനെ ഉച്ചയ്ക്ക് മുൻപ് തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. കാളിദാസ്.